നമസ്കാരം, അഖിലാണ്. ലഡാക്ക് റോഡ് ട്രിപ്പിന്റെ 4ാം ദിവസം. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അവിലും മാവും പഴവും ബോയിൽഡ് എഗും. ചണ്ഡീഗഡിൽ രൂപേഷിന്റെ വീട്ടിലാണ് ഇന്നലെ ഞങ്ങൾ സ്റ്റേ ചെയ്തത്. അവനും ഫാമിലി നാട്ടിലായതുകൊണ്ട് ഫുൾ വീട് ഞങ്ങൾക്ക് കിട്ടി. താങ്ക് യു രൂപേഷ്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് എല്ലാം പാക്ക് ചെയ്ത് ഞങ്ങൾ പോകാൻ റെഡിയായി. താങ്ക്സ് ടു കുര്യൻ ഫോർ അറേഞ്ചിങ് ദിസ് സ്റ്റേ. സമയം 9:30 ആയി. ചണ്ഡീഗഡിൽ നിന്ന് ഞങ്ങൾ പോകുന്നത് അമൃത്സറിലേക്കാണ്. 230 കിലോമീറ്റർ ഉണ്ട്. ഇന്ത്യയിൽ പ്ലാൻഡ് സിറ്റിയായ ചണ്ഡീഗഡ് ഒരേ സമയം പഞ്ചാബിന്റെയും ഹരിയാനയുടെയും ക്യാപിറ്റലാണ്. എന്നാൽ ഇത് 2 സ്റ്റേറ്റിലും അല്ലതാനും. ഒരു യൂണിയൻ ടെറിട്ടറി. ഇവിടെ പെട്രോളിന് 97 റുപ്പീസാണ്. ഇന്നലെ 2 രൂപ കൂടി പോലും. ഫുൾ ടാങ്ക് അടിച്ചു. ചണ്ഡീഗഡിൽ നിന്ന് പഞ്ചാബിലേക്ക് കയറിയിരിക്കുന്നു. കുറെ ദൂരം ചെന്നപ്പോൾ ഒരു ഫ്രൂട്ട്സ് ബ്രേക്ക് എടുത്തു. യാത്രയിൽ ഹൈഡ്രേറ്റഡ് ആയിരിക്കാൻ ഫ്രൂട്ട്സും വെള്ളവും മസ്റ്റാണ്. പുറത്ത് നല്ല ചൂടാണ്. 38 ഡിഗ്രി. ഡ്രൈവർ ചേഞ്ച് ആയിട്ടുണ്ട്. പഞ്ചാബിലെ ടാർമാക് റോഡിലൂടെ 100-110 ദർശനം പറപ്പിക്കുകയാണ് ഗൈസ്. ലഞ്ച് കഴിച്ച് അമൃത്സറിലെത്തിയപ്പോൾ 4 മണിയായി. നേരെ വാഗാ ബോർഡറിലേക്കുള്ള വഴിയിൽ ട്രക്കുകൾ വരിവരിയായി നിർത്തിയിരിക്കുന്നത് കാണാം. പാകിസ്ഥാനിലേക്കാണെന്ന് തോന്നുന്നു. വാഗാ ബോർഡറിൽ പരേഡ് സൺസെറ്റ് ടൈമിന് മുന്നേ സ്റ്റാർട്ടാവും. അതിനു മുന്നേ ഉള്ളിൽ കയറിയില്ലെങ്കിൽ കാണാൻ പറ്റില്ല. എത്രയും പെട്ടെന്ന് അവിടെ എത്തണം. ഫൈനലി പാർക്കിംഗിൽ വണ്ടി വെച്ച് ഞങ്ങൾ ക്യൂവിൽ നിന്ന് സെക്യൂരിറ്റി ചെക്കൊക്കെ കഴിഞ്ഞ് ഉള്ളിൽ കയറി. ഒരു ബോട്ടിൽ വെള്ളവും ആവശ്യത്തിന് പൈസയും മാത്രം എടുത്താൽ പെട്ടെന്ന് സെക്യൂരിറ്റി ചെക്ക് ചെയ്ത് ഉള്ളിൽ കയറാം. നോ എൻട്രി ഫീ. ഈ കാണുന്ന ഗേറ്റും അതിനോട് ചേർന്നുള്ള ബിൽഡിംഗിലുമാണ് ഗാലറി. ഫൈനലി ഞങ്ങൾ ഗാലറിയിൽ നല്ലൊരു സ്ഥലത്ത് സീറ്റ് പിടിച്ചു. ആ കാണുന്നതാണ് പാകിസ്ഥാൻ ഗാലറി. അവിടെ ഇവന്റ് കാണാൻ വന്ന ആൾക്കാരും ഇവിടെ ഇന്ത്യൻ സൈഡിൽ വന്ന ആൾക്കാരെയും നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇന്ത്യയുടെ പവർ. സൺസെറ്റ് ആണെങ്കിലും വെയിലിന് നല്ല ചൂട്. ഈ കാണുന്നത് റിസർവ്ഡ് സീറ്റ് ആണ്. BSF ഓഫീസ് ത്രൂ ഒഫീഷ്യലി ബുക്ക് ചെയ്താൽ നമുക്ക് അവിടെ റിസർവ്ഡ് സീറ്റ് കിട്ടുമെന്നാണ് പറഞ്ഞത്. അല്ലാത്തവർ ഇവിടെ ഇങ്ങനെ ഇരിക്കും. ഗൂഗിൾ മാപ്പ് നോക്കിയാൽ അറിയാം നമ്മൾ ലാഹോറിന് എത്ര അടുത്താണെന്ന്. പരേഡ് സ്റ്റാർട്ടായി. ടിവിയിൽ മാത്രം കണ്ടിട്ടുള്ള ഇവന്റ് നേരിട്ട് കണ്ടപ്പോൾ ശരിക്കും ഗൂസ്ബം മൊമെന്റ്സ് ആയിരുന്നു. റിയലി വർത്ത് ഇറ്റ്. അമൃത്സറിൽ വരുന്നുണ്ടെങ്കിൽ എന്തായാലും ഈ ഇവന്റ് മിസ് ചെയ്യരുത്. എത്ര ജനങ്ങളാണെന്ന് വന്നത് നോക്കൂ. ഓഫ്. അവിടുന്ന് കുറച്ച് ഫോട്ടോസ് എടുത്ത് നേരെ ഗോൾഡൻ ടെമ്പിളിലേക്ക്. ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഒടുക്കത്തെ ട്രാഫിക് ബ്ലോക്കും തിരക്കും. ഡിന്നറും കഴിച്ച് കാർ പാർക്ക് ചെയ്ത് ഇവിടെ എത്തുമ്പോൾ സമയം 11 മണി. ലേറ്റ് ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഗോൾഡൻ ടെമ്പിളിനുള്ളിൽ കയറാൻ വലിയ തിരക്കിലായിരുന്നു. കുറെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് സ്വർണ്ണത്തിൽ തിളങ്ങുന്ന ആ അമ്പലം കുറെ നേരം നോക്കി നിന്ന് ഞങ്ങൾ മടങ്ങി. കാർ പാർക്ക് ചെയ്ത് ഗോൾഡൻ ടെമ്പിളിലേക്ക് നടക്കുന്ന വഴിയാണ് ഈ കാണുന്നത്. ഇരുവശത്തും പലതരം ഷോപ്പുകൾ നിറഞ്ഞ വൃത്തിയുള്ള തെരുവ്. ഈ തെരുവ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് പാതിരാത്രി 1 മണിക്കാണെന്ന് ഓർക്കണം. എത്രയാ ജനങ്ങൾ. ഫൈനലി ഞങ്ങൾ ബുക്ക് ചെയ്ത ഹോട്ടലിലെത്തി. മിനി റെഫ്രിജറേറ്ററും കെറ്റിലും ടീ ബാഗ്സും ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഡബിൾ ബെഡ് വിത്ത് ക്ലീൻ ആൻഡ് നീറ്റ് ബാത്റൂം, ടോയ്ലറ്റ് ആൻഡ് ടോയ്ലറ്ററീസ്. സിദ്ധാർത്ഥ് ഗോൾഡൻ ടെമ്പിളിൽ പോയപ്പോൾ വാങ്ങിയ വാൾ വെച്ച് ഇവിടെ കളിക്കാൻ തുടങ്ങി. ഇനി ഇന്ന് സ്റ്റാർ വാർ ആണ്. ബാക്കി വിശേഷങ്ങൾ നാളെ.